നമ്മളൊന്ന് പുറത്ത് പോവാണ് കേട്ടോ. എവിടേക്കാണ് പോകണമെന്നുള്ളത് ഞാൻ പതിയെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ സ്റ്റേഷനിലെത്തി. എന്താണെന്നറിയില്ല, പറഞ്ഞ സമയത്തെ അതേപോലെ തന്നെ നമ്മൾ ട്രെയിൻ കിട്ടി. വീട്ടുകാർ വളരെ ഒഫീഷ്യലായി പോയതാണെങ്കിലും ഞാൻ മാത്രം വളരെ അൺഒഫീഷ്യലായി കയറി ചെന്നതാണ്. നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് സ്റ്റേഷനിൽ എത്തിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ സ്ഥലം ഏതാ അറിയേണ്ടത്? നമ്മുടെ സ്വന്തം കോഴിക്കോട്. നമ്മൾ ഈ സിനിമകളൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, കോഴിക്കോട് തോട്ടക്കരയൊക്കെ അടിപൊളിയാണെന്ന്. ശരിക്കും അടിപൊളിയാണ് കേട്ടോ. ഈ പരിചയമില്ലാത്ത ആൾക്കാരോട് ബിഹേവ് ചെയ്യുന്ന അതേപോലെയല്ല, ഭയങ്കര കൂട്ടാണ് എല്ലാവരും. അവിടെ പോയ കാര്യം കഴിഞ്ഞിട്ട് നമ്മൾ ബേപ്പൂർ ബീച്ച് കാണാൻ വേണ്ടിയിട്ട് പോയി. നട്ടപ്പൊരു വെയിലത്താണ് പോയത് ഞങ്ങൾ. പിന്നെ പോയതല്ലേ വെച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഈ വീഡിയോ കിട്ടുന്നുണ്ടോയെന്ന് പോലും എനിക്ക് കണ്ണ് കാണാണ്ടായിരുന്നില്ല വെയിൽ കാരണം. നമ്മൾ വിളിച്ച ഓട്ടോന് വേറൊരു ട്രിപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് വേറൊരു സ്റ്റേഷനിൽ എത്തിച്ച് വേറെ ഓട്ടോക്കാരൊക്കെ പിടിച്ച് തന്നു. പാവട്ടോ, കാശൊന്നും വാങ്ങിയില്ല, നല്ല ആൾക്കാരാണ്. എങ്ങടാ പോണ് അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മളോട് നന്നായി ബിഹേവ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. പിന്നെ എൻ്റെ അമ്മയുടെ ഒരു ശീലമാണ് എവിടെ എത്തിയാലും ഒരു ലോട്ടറി എടുക്കുക എന്നുള്ളത്. അങ്ങനെ ലോട്ടറി എടുത്ത് സ്റ്റേഷനിലെത്തി നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് സ്റ്റേഷനിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. ട്രെയിൻ ഒരു അരമണിക്കൂർ ലേറ്റായി. ഇത് വന്നിട്ട് അവിടുത്തെ കിണ്ണത്തപ്പാണ്. നമ്മുടെ നാട്ടിൽ ഇത് ഉള്ളിയും ജീരകമൊക്കെ ഇട്ടുണ്ടാക്കും. ഇത് വേറൊരു പ്രത്യേക ടേസ്റ്റ്. ട്രെയിൻ കിട്ടിയപ്പം എനിക്ക് മാത്രം സീറ്റ് കിട്ടിയില്ല, എല്ലാവർക്കും കിട്ടി. പിന്നെ ഈ പുള്ളിക്കാരൻ വന്നിട്ട് കുറച്ച് നേരം എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. ഈ കുട്ടികളെ കണ്ടെടുക്കാൻ പോകാന്നുള്ളൊരു പരിപാടി എനിക്ക് നല്ലപോലെ ഉണ്ട്. പിന്നെ ലാസ്റ്റ് സീറ്റ് കിട്ടി, ഇരുന്നും ഉറങ്ങിയിട്ടൊക്കെ നമ്മളൊരു 4:30-5 മണിയാകുമ്പോൾ നമ്മുടെ ഷൊർണൂർ എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.